Hi my dears, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ടീവ് പേപ്പർ ആണ് BSOG 173 റീതിങ്കിങ് ഡെവലപ്മെന്റ്. റീതിങ്കിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതായത് ഇന്ത്യന്റെ കുറെ ഡെവലപ്മെന്റും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ കംപ്ലീറ്റ്ലി പറയുന്നത്. ഓൾമോസ്റ്റ് ഇന്ത്യൻ ഡെവലപ്മെന്റിന് അങ്ങനത്തെ സോഷ്യോളജിക്കൽ ബേസിസ് സോഷ്യോളജിക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. സോഷ്യോളജിക്കൽ ബേസിസിലാണ് പറയുന്നത്. അപ്പൊ അത് പറയുന്ന സമയത്ത് നമുക്ക് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ബാക്കി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, സ്ട്രെസ് മാനേജ്മെന്റ് ആയിക്കോട്ടെ, ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം അറിയായിരുന്നു ഇന്നതാണെന്ന്. പക്ഷെ റീതിങ്കിങ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. വെയിറ്റ്. എന്താണ് ഈ ഒരു സബ്ജക്റ്റോട് എന്താ ഉദ്ദേശിക്കുന്നു കേട്ടോ പറയുന്നത്. The course Rethinking examine the idea of development from a sociological perspective എന്നാണ്. അതായത് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്ത. ഓക്കെ, പ്രസന്റ് ചെയ്തെടുക്കാം കേട്ടോ. വെയിറ്റ്. സബ്ജക്റ്റ് എന്താണ് ആദ്യം അറിയണ്ടേ, എന്നിട്ടല്ലേ അല്ലേ? ഞാനും ഫസ്റ്റ് റീതിങ്കിങ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴല്ലേ സത്യമായിട്ടും എനിക്കൊരു ഡൗട്ട്, ഇതെന്താ റീതിങ്കിങ് ഡെവലപ്മെന്റ് എന്നുള്ള സബ്ജക്ട്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടും ഡെവലപ്മെന്റ് സൈക്കോളജിയും ഉണ്ട്, പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഉണ്ട്. നാലാമതൊരു ഡെവലപ്മെന്റ് എന്താണെന്ന് അങ്ങനെ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തു, ടെക്സ്റ്റ് വായിച്ചു. അങ്ങനെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഓക്കെ, BSOG 173 റീതിങ്കിങ് ഡെവലപ്മെന്റ്. റീതിങ്കിങ് ഡെവലപ്മെന്റിൽ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് 14 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. 4 ബ്ലോക്കിലും കൂടെ 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇതാണ് കോഴ്സ് ഇൻട്രൊഡക്ഷൻ. The course Rethinking Development examines the idea of development from a sociological perspective. ഒരു സമൂഹത്തിനെ പറ്റി പഠിക്കുന്നതാണ് സോഷ്യോളജി. അങ്ങനെ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നും ഡെവലപ്മെന്റ് കാണുന്ന ഒരു സബ്ജക്റ്റ് ആണ് റീതിങ്കിങ് ഡെവലപ്മെന്റ്. It introduces students to different approaches to understanding development and traces the trajectory of Indian experience with the development from interdisciplinary perspective. കുറെ ഡിസിപ്ലിൻസ് വരുന്നുണ്ടല്ലോ, ഇന്റർഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ്. കുറെ ഡിസിപ്ലിൻസ് ചേർന്നിട്ട് എങ്ങനെയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത്. ടെക്നോളജി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, അങ്ങനെ പല ഡിസിപ്ലിൻസ് ഉണ്ട്. ഇവരൊക്കെ ചേർന്നിട്ട് ഇന്ത്യൻ എക്സ്പീരിയൻസും അത് മൂലമുള്ള ഡെവലപ്മെന്റ്സും ഒക്കെയാണ് പറയുന്നത്. This course is divided into 4 themes which we call blocks. Each block addresses a certain aspect. Unpacking development, theorizing development, and third one, development regimes in India. Block 4, issues in development praxis. ഇങ്ങനെ 4 ബ്ലോക്ക് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. റീതിങ്കിങ് ഡെവലപ്മെന്റ്, അതായത് ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ടും ഇത് പറയുന്നത്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഓക്കെ ആണോ? പറഞ്ഞേ ഏകദേശം എന്താണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മള് പറയാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെന്റ്. യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെന്റ് ആട്ടോ. ഓക്കെ, understanding development involves lots of ambiguities, viscerous complexities, and further guided by a prominent liberal practicing ideologies. കണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കുറെ ആംബിഗിറ്റി, ഒരു അരക്ഷിതാവസ്ഥയും കുറെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. പ്രോമിനന്റ് ലിബറൽ പ്രാക്ടീസിങ് ഐഡിയോളജി ആണ് ഇതിനെ ഗൈഡ് ചെയ്യുന്നത്. പ്രോമിനന്റ് ലിബറൽ പ്രാക്ടീസിങ് ഐഡിയോളജീസ്, നമ്മുടെ പ്രൊമിനന്റ് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള
പ്രാക്ടീസിങ് ഐഡിയോളജീസ് ആണ് നമ്മുടെ ഡെവലപ്മെന്റിനെ ഗൈഡ് ചെയ്യുന്നത്. ആംബിഗിറ്റി ആണ്, കോംപ്ലക്സിറ്റി ഉണ്ട്. The process of development is complex. ഒറ്റ ഒരു രീതിയിലല്ല. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് എന്നൊക്കെ ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് ഇസ് കോംപ്ലക്സ്. ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ് ഇസ് കോംപ്ലക്സ്, മൾട്ടി ഡയമെൻഷൻ, ഒരു ഡയമെൻഷനിലല്ല പല ഡയമെൻഷനിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ബ്രിങ്ങിങ് അൺഈവൻ ആൻഡ് അൺഈക്വൽ റിസൾട്ട്. ചിലപ്പോൾ എഡ്യൂക്കേഷൻ ഉത്തര പോകും, അഗ്രികൾച്ചർക്ക് ഉത്തര താഴത്തേക്ക് വരും. ഈവൻ ഡെവലപ്മെന്റിൽ ഒരേപോലെയുള്ള ഡെവലപ്മെന്റ് അല്ല ഉണ്ടാക്കുന്നത്, അൺഈക്വൽ റിസൾട്ട്സും അൺഈവൻ ഡെവലപ്മെന്റ് ആണ്. ടു ഡിഫറെന്റ് സെക്ഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ സൊസൈറ്റി. ഓരോ സെക്ഷൻസിനും ചിലപ്പോൾ തന്നെ ഇന്ത്യയിൽ, കേരളത്തിൽ ചിലത് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും, പക്ഷെ അതേ മഹാരാഷ്ട്രയിൽ താഴ്ന്നിട്ടേക്കും, ചിലത് മണിപ്പൂരിൽ ഭയങ്കരമായിരിക്കും. നമ്മളതിന് അൺഈവൻ ആൻഡ് അൺഈക്വൽ റിസൾട്ട് ആണ്. സോ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആംബിഗിറ്റി ഉണ്ട്, കോംപ്ലക്സിറ്റി ഉണ്ട്, ഗൈഡ് ചെയ്യുന്നത് പ്രൊമിനന്റ് ലിബറൽ പ്രാക്ടീസിങ് ഐഡിയോളജീസ് ആണ്. ഇവിടെ ഡെവലപ്മെന്റ് എന്ന പ്രോസസ് ഭയങ്കര കോംപ്ലക്സ് ആണ്, മൾട്ടി ഡയമെൻഷനൽ ആണ്, അൺഈവൻ ആൻഡ് അൺഈക്വൽ റിസൾട്ട് ആണ് ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റീസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്. Therefore, understanding development its process require an understanding of pedagogy and ideology related to growth, development and prosperity involving the socio-political and cultural metrics. അതുകൊണ്ട് തന്നെ നമ്മള് ഡെവലപ്മെന്റിനെ മനസ്സിലാക്കല് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പെഡഗോഗി. ഇപ്പൊ ഞാൻ പ്രൊണൗൺസിയേഷൻ വിശ്വസിക്കുന്നു, മലയാളം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അധ്യാപന ശാസ്ത്രം അല്ലെങ്കിൽ ബോധന വിദ്യ എന്നൊക്കെ പറയും. പെഡഗോഗി ആൻഡ് ഐഡിയോളജി റിലേറ്റഡ്, അതായത് ഗ്രോത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയോളജി, ഡെവലപ്മെന്റ് ഓഫ് പ്രോസ്പെറിറ്റിയുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോഗിയും ഐഡിയോളജിയും, സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ മെട്രിക്സ്. കണ്ടോ, ഡെവലപ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കണം എങ്ങനെയാവണം? നമ്മള് അധ്യാപന ശാസ്ത്രത്തിൽ നിന്നും ഐഡിയോളജിയിൽ നിന്നും എന്തൊക്കെ ഗ്രോത്ത്, പ്രോസ്പെറിറ്റി, സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ metrics. In another way to acquire understanding of development requires the indicator used by various national and international sources, agencies and bodies to measure the phenomena of development. അതുപോലെ ഡെവലപ്മെന്റ് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ്, വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇന്റർനാഷണൽ സോഴ്സുകളിൽ നിന്ന് എടുക്കേണ്ടി വരും, ഏജൻസിയിൽ നിന്ന് എടുക്കേണ്ടി വരും, നാഷണൽ സോഴ്സ്, ഏജൻസി, എങ്ങനെയെങ്കിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റ് ഡാറ്റാസ് എടുക്കേണ്ടി. Such indicators may be otherwise regarded as developmental indicators. ഈ ഇൻഡിക്കേറ്റേഴ്സ് നമ്മള് ഡെവലപ്മെന്റ് രേഖകൾ ശേഖരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെ കാര്യങ്ങളെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് വിളിക്കുക. Nevertheless, development is normative as almost synonym of improvement, progress, modernization, change and growth. കണ്ടോ, ഡെവലപ്മെന്റ് നോർമേറ്റീവ് ആണെങ്കിലും, നോർമേറ്റീവ് ആയിട്ട് പോകുന്നതാണെങ്കിലും അത് ഒരുപാടാണ്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പ്രോഗ്രസ് ഉണ്ട്, മോഡേണൈസേഷൻ ഉണ്ട്, ചേഞ്ച് ആൻഡ് ഗ്രോത്ത് ഒക്കെ ഡെവലപ്മെന്റിൽ വരുന്നത് അല്ലെ. ടെക്നോളജി ഇംപ്രൂവ് ആയിട്ട് വരികയാണ്, നേരെ മറിച്ച് ചേഞ്ച് ആൻഡ് ഗ്രോത്ത് മോഡറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പ്രോഗ്രസ് ചിലപ്പോൾ കൂടിയും ചിലപ്പോൾ കുറഞ്ഞിട്ടൊക്കെ ഇരിക്കും. Development is concerned with the attainment of better life, and therefore development analysis has to include the quality of life of people and the way they live in. കേട്ടോ, ഡെവലപ്മെന്റ് എന്തിനാണ്? ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെവലപ്മെന്റിൽ എന്താ അനലൈസ് ചെയ്യേണ്ടത്? മനുഷ്യന്മാർക്കൊക്കെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഡെവലപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാ? മനുഷ്യന്മാരുടെ നല്ലതിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? മനുഷ്യന്മാരൊക്കെ ബെറ്റർ ലൈഫ് ഉണ്ടോ, ക്വാളിറ്റി ഓഫ് ലൈഫ് ഒക്കെ ഉണ്ടെന്നാണ്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്ലൂഡ്സ് ലൈഫ് ലോങ്വിറ്റി, ആയുസ് ഉണ്ടോ, എക്സ്പെക്ടൻസി, ലിവിങ് സ്റ്റാൻഡേർഡ്, പട്ടിണി പരിവട്ടൊന്നും ഇല്ലേ, അല്ലെങ്കിൽ ഒരു സിവിക് അമെനിറ്റീസ്, ഹൗസ് ഹോൾഡ് അസറ്റ്, എത്രത്തോളം ഹൗസ് ഹോൾഡ് അസറ്റ് സമ്പാദ്യം ഉണ്ട്, ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലാണ്. All these attributes encompass the notion of development, which is nonsense of development ideology, theory and paradoxes. ഈ എല്ലാ ആട്രിബ്യൂട്ട്സും എൻകമ്പോസ് ചെയ്യുന്ന ഡെവലപ്മെന്റ് നോഷനാണ്, അതായത് ഡെവലപ്മെന്റ് ഐഡിയോളജി, തിയറി, പറാക്സിസിലേക്കൊക്കെയാണ് എത്തിക്കുന്നത്. ഇറ്റ് ഈസ് ദ കണ്ടംപററി ഡിസ്കോഴ്സ് ആൻഡ് ഡയലോഗ്. ഡെവലപ്മെന്റ് ഇസ് അണ്ടർസ്റ്റുഡ് ആസ് ഫ്രീഡം, കേപ്പബിലിറ്റി ആൻഡ് ഡെമോക്രസി. കേട്ടോ, കണ്ടംപററി ഡിസ്കോഴ്സ് ആൻഡ് ഡയലോഗ് ആണ് ഡെവലപ്മെന്റ് ഇസ് അണ്ടർസ്റ്റുഡ്. ഡെവലപ്മെന്റ് എങ്ങനെ മനസ്സിലാക്കുന്നത്? ഫ്രീഡം, കപ്പാബിലിറ്റി, ഒരു രാജ്യത്തിന് ഫ്രീഡം ഉണ്ടോ, കേപ്പബിലിറ്റി ഉണ്ടോ, ഡെമോക്രസി ഉണ്ടോ,
Democracy and development are interlinked in fundamental ways. ജനാധിപത്യവും ഡെവലപ്മെന്റും ഇന്റർലിങ്ക്ഡ് ആണ്. They are connected because democracy is a fundamental human right. അല്ലെ, ജനാധിപത്യം fundamental human right ആണ്. The advancement which itself an important measure of development. Development ഒരു important കാര്യം ഡെമോക്രസി, ജനാധിപത്യം തന്നെ. എന്താണ്? ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളെ തന്നെ ഭരിക്കുക, അല്ലെ? ഡെമോക്രസി, ജനാധിപത്യം, അത് ഡെവലപ്മെന്റ് ഏറ്റവും വലിയൊരു സംഭവമാണ്. They are linked because people participation in the decision making process which affect their lives in the basic tenet of development. നമ്മൾ തെരഞ്ഞെടുത്ത് പോകുന്ന ആളാണ്, നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ജനപ്രതിനിധി അല്ലെങ്കിൽ വലിയ സ്ഥാനങ്ങളിലേക്ക്. അപ്പൊ നമ്മളുടെ നല്ലതിന് വേണ്ടി അവർ പ്രവർത്തിക്കും എന്നാണ്. അതായത് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ, നമ്മളിൽ ഒരാളാണല്ലോ പോയി ഡിസിഷൻ മേക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇന്നത് കൊണ്ടുവരാ, കേരയിൽ കൊണ്ടുവരാ, അല്ലെങ്കിൽ മറ്റേത് കൊണ്ടുവരാ എന്നൊക്കെ അവരൊക്കെയാണ് തീരുമാനിക്കുന്നത്. സോ ഇറ്റ് ഈസ് അവര് നമ്മളുടെ ഡെവലപ്മെന്റിന് ഒരു പ്രധാന ഘടകം. അതുകൊണ്ടാണ് ഡെമോക്രസി ആണ് നമ്മുടെ ഡെവലപ്മെന്റ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് മെഷർ എന്ന് പറഞ്ഞു വന്നത്. നമ്മുടെ ഡെവലപ്മെന്റ് മനസ്സിലാക്കുക. എന്താണ് ഇവിടെ ഇന്ത്യ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ എപ്പോഴും അംബിഗേഷ്യസ് ആണ്, അരക്ഷിതമായിട്ടുള്ള കോംപ്ലക്സിറ്റി ഉള്ളതാണ്. അവിടെ ഗൈഡഡ് ചെയ്യുന്നത് ലിബറൽ പ്രാക്ടീസിങ് ഐഡിയോളജീസ്, പ്രൊമിനന്റ് ലിബറൽ പ്രാക്ടീസിങ് ഐഡിയോളജീസ്. ഇവിടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കോംപ്ലക്സ് ആണ്, മൾട്ടി ഡയമെൻഷനൽ ആണ്. അത് പല സ്ഥലങ്ങളിലും അൺഈവൻ ആൻഡ് അൺഈക്വൽ, ഒരേപോലെ ആയിരിക്കും റിസൾട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മൾട്ടി ഡയമെൻഷനൽ ആണ്, കോംപ്ലക്സ് ആണ്, അൺഈക്വൽ ആൻഡ് അൺഈവൻ റിസൾട്ട് ആയതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പെഡഗോഗി, അതായത് അധ്യാപന ശാസ്ത്രവും ഐഡിയോളജി ഒക്കെ മനസ്സിലാക്കണം. ഗ്രോത്തിന്റെയും ഡെവലപ്മെന്റ് ഓഫ് പ്രോസ്പെറിറ്റിയുടെയും സോഷ്യോ പൊളിറ്റിക്കൽ കൾച്ചറൽ മെത്തേഡ്സ് ഒക്കെ. പിന്നെ ഡെവലപ്മെന്റ് മനസ്സിലാക്കാനുള്ള വേറൊരു വഴി എന്ന് പറയുന്നത് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സോഴ്സുകളിൽ നിന്ന്, ഏജൻസിയിൽ നിന്ന്, ബോഡി ഓഫ് മെഷറിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഈ വിവരങ്ങൾ ശേഖരിക്കുന്ന ബോഡീനെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയാറ് ഉള്ളത്. പിന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും എന്തിനാ? മനുഷ്യന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ആയുസ്, എക്സ്പെക്ടൻസി, നല്ല ലിവിങ് സ്റ്റാൻഡേർഡ്, സിവിക് കമ്മ്യൂണിറ്റീസ്, ഹൗസ് ഹോൾഡ് അസറ്റ്സ് ഒക്കെ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഡെവലപ്മെന്റ് എന്താണ്? ക്ലോസ്ലി കണക്റ്റഡ് ആണ് ഡെമോക്രസിയുമായിട്ട്. എന്തുകൊണ്ടാണ്? ഡെമോക്രസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. സോ നമ്മളിലെ ഒരു പ്രതിനിധിയാണ് ഡിസിഷൻ മേക്കിംഗിലുള്ളത്. സോ മനുഷ്യന് ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക ആണ് പറയുന്നത്. ഇതാണ് ഡെവലപ്മെന്റിന്റെ എന്തെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് നോഷൻസ് റിലേറ്റഡ് ടു ഡെവലപ്മെന്റ്. Evolution and progress. The notion of evolution is derived from Latin word. കേട്ടോ, ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോഷൻസ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഇവല്യൂഷൻ ആൻഡ് പ്രോഗ്രസ്. ദ നോഷൻ ഓഫ് എവല്യൂഷൻ ഇസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് എവോൾവ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് എവല്യൂഷന്റെ നോഷൻ വന്നിരിക്കുന്നത്. ഇറ്റ് മീൻസ് ടു ഡെവലപ്പ് ഓർ ടു അൺഫോൾഡ് ചെയ്യുക, തുറക്കുക, ഡെവലപ്പ് ചെയ്യാതെ. ദ കോൺസെപ്റ്റ് ഓഫ് എവല്യൂഷൻ എസ്പെഷ്യലി അപ്ലൈ ടു മീൻ ദ ഇന്റേണൽ ഗ്രോത്ത് ഓഫ് എ ലിവിംഗ് ഓർഗാനിസം, പ്ലാന്റ് ആനിമൽസ്. ഇന്റേണൽ ഗ്രോത്ത് ആണ്. ലിവിംഗ് ഓർഗാനിസത്തിന്റെ ഇന്റേണൽ ഗ്രോത്തിനെയാണ് എന്ന് പറയുന്നത് നോഷൻ ഓഫ് എവല്യൂഷൻ. എന്താണ്? ഒരു ലിവിംഗ് ഓർഗാനിസം, ആനിമലോ പ്ലാന്റോ പോലെയുള്ളതിന്റെ ഇന്റേണൽ ഗ്രോത്തിനെയാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോഷൻ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നത്. Moreover, internal growth has also seen through various stages of gradual transition. അല്ലെ, വിത്ത് മുളച്ചു, ഒരില, രണ്ടില, പിന്നെ പതുക്കെ കുറെ ഇലകളായി, പായായി, പൂവായി, പഴമായി, അല്ലെ, ഗ്രാജുവൽ ട്രാൻസിഷൻ ആണ്. Herbert Spencer propagated that all through the ages there had been social evolution from simple to complex. അല്ലേ, ഒറ്റ സെല്ലായിരുന്ന സൈഗോട്ടായിരുന്നു നമ്മൾ ഈ കോലത്തിലായി സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ടാണ് പോയിട്ടുള്ളതാണ് സ്പെൻസർ പറഞ്ഞിരിക്കുന്നത്. ദ നോഷൻ ഓഫ് പ്രോഗ്രസ് ഓൺ ദ വൺ ഹാൻഡ് ഇസ് യൂസ്ഡ് ടു മീൻ ടു സ്റ്റെപ്പ് ഫോർവേഡ്, മുന്നോട്ട് ഫോർവേഡ് ആയിട്ട് പോവുക. അതാണ് പ്രോഗ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുന്നോട്ട് പോവുക എന്ന്. എവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ ഗ്രോത്ത് ആണ്. പ്രോഗ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്പ് ഫോർവേഡ് ആണ്. The fundamental meaning of progress is the forward march of advancement toward a desirable ends. കേട്ടോ,
ഒരു ഡിസൈറബിൾ എൻഡിലേക്ക് നമ്മൾ മുന്നോട്ട് പോവാം. അതായത് ഒരു നല്ല ശുഭം എന്നൊക്കെ എൻഡിലേക്ക്, നല്ല ഒരു എൻഡിലേക്ക് നമ്മൾ മുന്നോട്ട് അതെത്താൻ വേണ്ടി മുന്നോട്ട് പോകുന്നതിനാണ്. ഇപ്പൊ നിങ്ങൾ എന്താ ഡിഗ്രിയാണ്, നിങ്ങൾ PG പഠിച്ചു, ഒരു സൈക്കോളജിസ്റ്റ് ആവും, അതാണ് നിങ്ങളുടെ ഒരു ഡിസൈർഡ് എൻഡ്. അതിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് എന്ത് പറയുന്നത്, നോഷൻ ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. There may be as many types of progress as there are desirable ends. It is value-loaded concept, the grand issues of Morgan, Comte, Spencer, Marx, Durkheim, Weber, and many others have examined the journey of human society through various stages of development and progress. കണ്ടോ, ഡെവലപ്മെന്റ് പ്രോഗ്രസിനെ പറ്റിയിട്ട് അതിന്റെ വാല്യൂസും കാര്യങ്ങളും ഒക്കെ ആ കോൺസെപ്റ്റിനെ പറ്റി കൂടുതൽ പഠിച്ച ആളുകളാണ് മോർഗൻ, കോംറ്റ്, സ്പെൻസർ, മാർക്സ്, ദുഖീം, വെബർ ആൻഡ് മെനി അതേഴ്സ്. ഇതൊക്കെയാണ് ഈ ഒരു ഡെവലപ്മെന്റ്, എവല്യൂഷൻ ആൻഡ് പ്രോഗ്രസിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചത്. അപ്പൊ എന്താണ് നോഷൻ ഓഫ് എവല്യൂഷൻ എന്ന് വെച്ചാൽ ഇന്റേണൽ ഗ്രോത്ത് ഓഫ് എ ഓർഗാനിസം ലൈക്ക് പ്ലാന്റ്സ്, ആനിമൽസ്. അവിടെ ഇന്റേണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. അതുപോലെ തന്നെ പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്താണ്, ആ ഡിസൈറബിൾ എൻഡിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നോഷൻ ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ നോഷൻ റിലേറ്റഡ് ഡെവലപ്മെന്റ് ഫസ്റ്റ് ആണ് ഇന്റേണൽ ഗ്രോത്ത് ആയിട്ടുള്ള എവല്യൂഷൻ, നോഷൻ ഓഫ് എവല്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ ഡിസൈറബിൾ എൻഡിലേക്കുള്ള ഫോർവേഡ് മൂവ് ആയിട്ടുള്ള നോഷൻ ഓഫ് പ്രോഗ്രസ്, ഒരു ഘടകം ഡെവലപ്മെന്റില്. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ നോഷനാണ് ഗ്രോത്ത്, ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ. ഓക്കെ, growth, change and modernization. Development as multiple connotations. ഒരുപാട് connotation ഉണ്ട്. There are several connotations about development such as growth, development as change or transformation, and development as modernization. മൂന്ന് മെയിൻ connotation ആണ് പറയുന്നത്: growth, change and transformation, modernization. Growth. In economic terms, development as growth refers. Growth എന്നുകൊണ്ട് ഉള്ള development എന്ന് ഉദ്ദേശിക്കുന്നത് വളർച്ച, growth. Economic growth, growth, and increased capacity to produce consumption of goods and concomitant increase in consumption pattern. അറിയാത്ത മലയാളം പറഞ്ഞുതരാട്ടോ, concomitant ഒക്കെ മലയാളം പറഞ്ഞുതരാം. അനുബന്ധമായ, കേട്ടോ, concomitant increase in consumption pattern. അനുബന്ധം, അതായത് കൺസപ്ഷൻ ഗുഡ്സിലും അതിന് ഫോൺ എന്ന് പറയുമ്പോൾ ഇതൊരു ഗുഡ്സ് ആണ്. ഇതിന്റെ കൺകമന്റ് ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ പാറ്റേൺ, ഇതിന്റെ അനുബന്ധമായിട്ടുള്ള ചാർജർ, അത് ഇതൊക്കെ കൂടുതലായിട്ട് വിൽക്കാൻ പറ്റുക, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇൻക്രീസ് എബിലിറ്റി ടു ഫുൾഫിൽ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഒക്കെ ഗ്രോത്ത് ആണ്. നമുക്ക് നല്ല വീട്, നല്ല ക്ലോത്തിങ്, നല്ല ഹെൽത്ത്, അതായത് ഹെൽത്ത് കെയർ, നല്ല ആശുപത്രികൾ ഉണ്ടാവും, അതൊക്കെ ഗ്രോത്ത് ആണ്. In terms of expansion of possibilities and increase in individual choice, capabilities and functioning. നമ്മുടെ പോസിബിലിറ്റീസ് ഇപ്പൊ അല്ലെ UK-ലും ലണ്ടനിലും കാനഡയിലും ഒക്കെ പോയ ആളുകൾ പഠിക്കാൻ പോസിബിലിറ്റീസ് ആണ്, ചോയ്സുകൾ കൂടി, അതുപോലെ തന്നെ നല്ല ഫങ്ഷനിങ്ങില് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് ടേംസിൽ ഒന്ന് ഗുഡ്സ് കപ്പാസിറ്റി കൂടുക, അതായത് ഉൽപാദനം കൂടുക, കുറെ കൺസെപ്ഷൻ വരാം, അതൊക്കെയാണ്. രണ്ടാമത്തത് ബേസിക് ഹ്യൂമൻ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അപ്പോഴേ ഗ്രോ ആവുള്ളൂ. ഇപ്പോഴും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ശൗചാലയം പോലും ഇല്ല. ഒരു ബേസിക് നീഡ് അത് ഉണ്ടായാൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ ഒക്കെ. ഇപ്പോഴും ഹോസ്പിറ്റലുകൾ ഇല്ലാതെ എത്രയോ നാടുകളുണ്ട്, മണിക്കൂറുകളോളം സഞ്ചരിച്ചിട്ട്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. അതുപോലെ തന്നെ എന്താണ് പോസിബിലിറ്റീസ്, ചോയ്സുകൾ. അവിടെ സ്കൂളിലൊന്നും ചോയ്സ് ഇല്ല, ഏതെങ്കിലും ഒരു സ്കൂൾ ഉണ്ടാവും, ആ സ്കൂളിലെ പഠിക്കാം. നമുക്കല്ലേ ഇംഗ്ലീഷ് മീഡിയം വേണോ, CBSE വേണോ, ICSE വേണോ, കേരള സിലബസ് വേണോ, ലോട്ട്സ് ഓഫ് ചോയ്സസ് ആണ്. അപ്പൊ ഇങ്ങനെ ഗ്രോത്ത്, അതായത് ഒന്ന് അവിടെ നല്ല രീതിയിൽ ഗുഡ്സ് ഉത്പാദിപ്പിക്കാൻ പറ്റണം. രണ്ടാമത്തത് ഹ്യൂമൻ ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റണം. മൂന്നാമത്തത് അവിടെ ഇൻഡിവിജ്വലിന് പോസിബിലിറ്റീസ് ഉണ്ടാവും, ചോയ്സ് ഉണ്ടാവണം, കേപ്പബിലിറ്റി ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ഗ്രോത്ത് എന്ന്, ഡെവലപ്മെന്റ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്.
നമ്മളെ റെഗുലർ ക്ലാസ്സിന്റെ അടുത്ത ആഴ്ചയാണ് റെഗുലർ ക്ലാസ്. പക്ഷെ ഈ ശനിയും ഞായറും തൊട്ടിട്ട് നമ്മൾ സെറ്റ് ആക്കി മാറും കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം മുതൽ ഫസ്റ്റ് മുതലേ നമ്മൾ ആകെ 3 സബ്ജക്റ്റ് ആണ് എടുക്കുക. ഫസ്റ്റ് 3 വെച്ചിട്ടാണ് എടുക്കുക. അപ്പൊ ആദ്യത്തെ 3 സബ്ജക്ട് എന്ന് പറയുന്നത് ഒന്ന് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടും സോഷ്യൽ സൈക്കോളജിയാണ്. ഇത് രണ്ടും പ്ലസ് ഒരു എലക്ടീവ് ആയിരിക്കും. അപ്പം എലക്ടീവ്സ് ഇങ്ങനെ പെട്ടെന്ന് ഓരോന്ന് തീരും. ഇലക്ടീവ്സ് തീരുന്നതിനനുസരിച്ച് പുതിയ ഇലക്ടീവ്സ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ കോർ സബ്ജക്റ്റ് ഒക്കെ പക്ക നിങ്ങൾ എന്റെ കൂടെ വരണം. അതായത് എന്റെ കൂടെ നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നോട്ട് എഴുതുകയും അതിനനുസരിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ഭാരം ഇല്ലാണ്ട് നിങ്ങൾക്ക് 10 പേപ്പറും അടിപൊളിയായിട്ട് എഴുതും കേട്ടോ. ഓക്കെ, അപ്പം ഇനിയാണ് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. Any kind of alteration in the society is known as change. എന്ത് ഓൾട്ടറേഷൻ വരുത്താണെങ്കിലും ചേഞ്ച് ആണ്. പുതിയൊരു പള്ളി വരുന്നു, സ്കൂള് വരുന്നു, അല്ലെങ്കിൽ ഒരു ഏരിയ ഒന്ന് മാറ്റി പണിയുന്നു, ഒക്കെ ചേഞ്ച് ആണ്. ചേഞ്ച് ഇസ് വാല്യൂ ന്യൂട്രൽ കോൺസെപ്റ്റ്, വേറെ ഡെവലപ്മെന്റ് ഇസ് വാല്യൂ ലാഡൻ കോൺസെപ്റ്റ്. ചേഞ്ച് വാല്യൂ ന്യൂട്രൽ ആണെങ്കിൽ ഡെവലപ്മെന്റ് വാല്യൂ ലാഡൻ എന്നാണ് പറയുന്നത്. മലയാളത്തിൽ ഭാരമേറിയ കണ്ടോ. ചേഞ്ച് ഒരു വാല്യൂ ന്യൂട്രൽ ആണ്. നേരെ മറിച്ച് ലാഡൻ ആണ് നമ്മുടെ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ്. ദ നോഷൻ ഓഫ് ഡെവലപ്മെന്റ് ഇസ് ഇൻ അതർ വേർഡ് ദ പ്രോസസ് ഓഫ് ഡിസൈർഡ് ചേഞ്ച്. എല്ലാ ചേഞ്ച് എന്ന് പറഞ്ഞ ന്യൂട്രൽ ആണ്, പക്ഷെ ഡിസൈർഡ് ചേഞ്ച് ആണ് ഡെവലപ്മെന്റ്. അതായത് ഒരു ഒരു കട പൊളിച്ചു മാറ്റാം, ന്യൂട്രൽ ആണ്. നേരെ പക്ഷെ ഒരു പള്ളിക്കൂടം വരാൻ നമ്മൾ ആ തൊട്ടടുത്തൊരു പള്ളിക്കൂടം വരാൻ ആ പ്രദേശത്ത് മൊത്തം ഡിസൈറബിൾ ചേഞ്ച്. ഇങ്ങനെ ഡിസൈറബിൾ നല്ല ചേഞ്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ കാര്യം. Development as change and transformation refers to the economic, social, and political and cultural process of change in human society. Economic, social, political, and cultural process of change. Desirable ആയിട്ട് നല്ല ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതിനെയാണ് ചേഞ്ച് ഡെവലപ്മെന്റ് കേസിൽ പറയുന്നത്. ഡിസൈറബിൾ ചേഞ്ച്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് modernization. Often modernization being seen as means to development in the economic realm, it refers to the process of industrialization, urbanization and technological transformation of agriculture. Modernization എന്നാൽ ഇൻഡസ്ട്രീസ് കൂടുതൽ വരാം, അർബനൈസേഷൻ സിറ്റി ആയി മാറാം, ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെ. ലാൻഡ് ഫോണിൽ നിന്ന് നമ്മളിപ്പം സ്മാർട്ട് ഫോണിലേക്കായി മാറി. പിന്നെ അഗ്രികൾച്ചറിലെ ടെക്നോളജിക്കൽ അല്ലെ, ഉഴുത് മറിക്കുന്നത് ആളുകളാണെങ്കിൽ ഇപ്പൊ അത് ട്രാക്ടറായി മാറി, നെല്ല് പതിരും വേർതിരിക്കാന് മെഷീൻസ് ആയി. ഇതൊക്കെയാണ് മോഡേണൈസേഷൻ. ടെക്നോളജി വളരുന്നതിനെയാണ് മോഡേണൈസേഷൻ. ഇൻ ദ പൊളിറ്റിക്കൽ റിയലം ഇറ്റ് റിക്വയേഴ്സ് a rationalization of authority in general and a rationalization of bureaucracy in particular. കണ്ടോ, നമ്മുടെ പൊളിറ്റിക്കൽ റിയലത്തിൽ നോക്കുകയാണെങ്കിൽ റാഷണലൈസേഷൻ ഓഫ് അതോറിറ്റി ഇൻ ജനറലും റാഷണലൈസിങ് ബ്യൂറോക്രസി ആണ് പർട്ടിക്കുലർ ആയിട്ട് വരുന്നത്. അതോറിറ്റി ജനറൽ ആണ്, ബ്യൂറോക്രസി പെർട്ടിക്കുലർ ആയിട്ടാണ് വരുന്നത്. In social realm, it is marked by weakening of ascriptive ties and the primacy of personal achievement in advancement. And in cultural realm, it is the growth of science and secularization along with an expansion of the literate population that make for what has been referred to disenhancement of world. അവിടെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് പറയുന്നുണ്ട് അവിടെ. എന്താ മോഡേണൈസേഷൻ എന്താണ്? എക്കണോമിക് റിയലം വെച്ചിട്ടാ പറയുന്നത്. വികസിക്കുക, ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ, ടെക്നോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് അഗ്രികൾച്ചർ. പൊളിറ്റിക്കൽ റിയലത്തിൽ നോക്കുകയാണെങ്കിൽ റാഷണലൈസേഷൻ ഓഫ് അതോറിറ്റി റാഷണൽ ആവുന്നത് ജനറൽ ആയിട്ടും ബ്യൂറോക്രസി റാഷണൽ ആവുന്നത് പർട്ടിക്കുലർ ആയിട്ടാണ് വേണ്ടത്. അതായത് പേഴ്സണൽ അച്ചീവ്മെന്റ് അഡ്വാൻസ്മെന്റും കൾച്ചർ റിയലും സയൻസ് ആൻഡ് സെക്യുലറൈസേഷൻ ആണ് വളരേണ്ടത്. ടെക്നോളജി അങ്ങോട്ട് വളരണം, മോഡേൺ ആണ്, ഇപ്പോഴാണ് ഡെവലപ്മെന്റ് ആവുന്നത് അല്ലെ. പണ്ട് എഴുതി കുത്തിയിട്ട് പ്രിന്റിംഗ് ആയി, കമ്പ്യൂട്ടർ ആയി, എല്ലാ കാര്യങ്ങളും ആയി. ഓക്കെ, along with an expansion of liberate population expand ആവുന്നതിനനുസരിച്ച് that makes for what has been referred to disenhancement of the world. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് disenhancement ആണ്. സോ എത്രത്തോളം നമുക്ക് ടെക്നോളജി കാര്യങ്ങളൊക്കെ മോഡേണൈസേഷൻ ഒക്കെ അത്രത്തോളം നമ്മളും അതിനൊപ്പം വളരും എന്നാണ്.
ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ? ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ, എന്തുകൊണ്ടാണ് ആളുകള് അധികം സ്ഥലത്തും ഈ ഒരു സബ്ജക്റ്റ്, അധികം ഇഗ്നോയുടെ ഫോമിലൊന്നും ഈ ഒരു സബ്ജക്റ്റ് റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല, ഇലക്ടീവ് പേപ്പർ ആയിട്ട് കൊടുക്കുന്നത്. പറഞ്ഞു പഠിപ്പിക്കാൻ നല്ല പണിയാണ്, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നോഷൻ റിലേറ്റഡ് ടു ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് രണ്ടെണ്ണമാണ്, എവല്യൂഷൻ ആൻഡ് പ്രോഗ്രസും ഗ്രോത്ത്, ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ. ഇതാണ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോഷൻസ് എന്ന് പറയുന്നത്. ഇനി ഡെവലപ്മെന്റ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാം, ബാക്കി നാളെ എടുക്കത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഡെവലപ്മെന്റ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്. Development conceived along with economic growth is an all-inclusive phenomena. എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫിനോമിന ആണ് ഡെവലപ്മെന്റ്. എക്കണോമിക് ഗ്രോത്തില് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. സാമ്പത്തിക വളർച്ചയിലെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ്. Its quantitative consequences are qualitative and exploratory to the large extent. അതിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നമുക്ക് എണ്ണാൻ പറ്റുന്ന കോൺസിക്വൻസസ് ക്വാളിറ്റി ഉള്ളതാണെന്ന് പറയുന്നത്. ഒരു സ്കൂള് വരിക, ഡെവലപ്പ് ആവുക, അതിന്റെ ക്വാളിറ്റേറ്റീവ് ആണ്. അവിടുത്തെ ആളുകൾ നന്നാവുന്നുണ്ട്, അവിടെ വിദ്യാഭ്യാസം വരുന്നുണ്ട്, അങ്ങനെ അവിടുത്തെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ക്വാളിറ്റേറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഇഫ് വി ലിമിറ്റ് ourselves to solely to economy of development, it may further add to justify that same implies more than economic growth, leading to several social consequences, having a lot of socio-cultural and political ramifications. കണ്ടോ, നമ്മളുടെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി പ്രയത്നിക്കുകയാണെങ്കിൽ അത് വെറും നമുക്ക് മാത്രമല്ല എക്കണോമിക് ഗ്രോത്ത് അല്ല, അവിടെ സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ റമിഫിക്കേഷൻസ് ഒക്കെ കോൺസിക്വൻസ് മൊത്തത്തിലൊരു വളർച്ചയ്ക്ക് കാരണമായി വരുന്നുണ്ട്. However, economic development refers to growth combined by qualitative change in structure of production and employment, generally referred to as structural change. പക്ഷേ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രക്ചറിലുള്ള ചേഞ്ച് ആണെന്നാണ്. അതായത് സ്ട്രക്ചറൽ ചേഞ്ച് ആണ്, സ്ട്രക്ചർ മാറുക എന്നുള്ളതാണ് അല്ലെ. മാനുവൽ ആയിട്ട് വളമിട്ട് നിലമുഴുത് ആളുകൾ തന്നെ വിത്തിട്ടില്ലേ, അങ്ങനത്തെ എന്തായി മാറി? ഇപ്പൊ ഫുൾ ടെക്നോളജി ആയി മാറി അല്ലെ. 10 ആളുടെ പണി ഇപ്പൊ കമ്പ്യൂട്ടർ ഒറ്റ ആൾ ചെയ്യുന്നുണ്ട്. അതാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. എന്താണ്? ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആണ്. Development likewise has come a long way in the past few decades. ഒരുപാട് വ്യത്യാസം വന്നിട്ട് കുറച്ച് പതിറ്റാണ്ടുകളായിട്ട്. If we analyze the development in narrow sense, we can say that initially development is about using the state to spearhead the process of modernizing the economy, society, and raising its income by providing employment. നേരെ ആയിട്ട് ഡെവലപ്മെന്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ പറയാം, എക്കണോമിക് ഗ്രോത്തിന് പൈസ, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക, അതുപോലെ ഇൻകം ഉണ്ടാക്കുക, കുറെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ. നേരെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? മോഡേൺ ആക്കുക എക്കണോമി. ഓക്കെ, സൊസൈറ്റിയിലെയും ഇൻകം ഒക്കെ കൂട്ടാം, കുറച്ച് ജോലിയൊക്കെ കൂടുതൽ കിട്ടും. നേരെ മറിച്ച് ഫർദർ എക്നോളജി ഡെവലപ്മെന്റ് ഇസ് എ നോർമേറ്റീവ് കോൺസെപ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? മോഡേണൈസേഷൻ എക്കണോമി, സൊസൈറ്റി ആൻഡ് റേസിംഗ് ഇൻകം ആൻഡ് പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ്. കുറച്ചുകൂടി നോർമേറ്റീവ് കോൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ജൂഡ്ലി സിയേഴ്സ്, ദ father of development studies, take the position that development nevertheless has a coherent object, that is the realization of the potential of human personality. ഓരോ മനുഷ്യനും പൊട്ടൻഷ്യൽ കണ്ടെത്തുക, അതുവഴി രാജ്യത്തിന് ഡെവലപ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് നോർമേറ്റീവ് കോൺസെപ്റ്റ് അല്ലെ. അപ്പൊ എനിക്ക് സൈക്കോളജിയിൽ കഴിവില്ല, ഞാൻ സൈക്കോളജി സ്ഥാപനം തുറക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു, കുറെ ആൾക്കാർ പഠിച്ചിറങ്ങുന്നു, പഠിച്ചിറങ്ങുന്നത് നല്ല സൈക്കോളജിസ്റ്റ് ആവുന്നു. ഇങ്ങനെ ഓരോ ആളുകളുടെയും പൊട്ടൻഷ്യൽ കണ്ടെത്തുക എന്നുള്ളതാണ്, റിയലൈസേഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ ആണ് എന്ത്? ഒരു നോർമേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. He accordingly challenged the prevalent notion of his time that development is merely commensurate with economic growth. വെറും എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല. Therefore, he argued for a broader exploratory framework and stresses the importance of 3 independent indicators. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റിന് 3 ഇൻഡിക്കേറ്റർ അദ്ദേഹം പറയുന്നുണ്ട്: പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇനീക്വാളിറ്റി. ഇത് 3 തന്നെ ഈ ഒരു മൊത്തം സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദാരിദ്ര്യം ഇല്ലാതിരിക്കുക, അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതിരിക്കുക, എല്ലാവരും ഈക്വൽ ആയിട്ട് കാണണം. ഈ 3 ഇൻഡിക്കേറ്റർ, അതായത് എവിടെ പോവർട്ടി ഇല്ല, എവിടെ അൺഎംപ്ലോയ്മെന്റ് ഇല്ല, എവിടെ എല്ലാവരും ഈക്വൽ ആയിട്ടിരിക്കുന്നു, അവിടെയാണ്
development ഉള്ളത് എന്നാണ്. Lesetho Frogen demonstrate the historical depolitizing nature of development, discourse, and practice. His work is an emblematic of post-development and post-colonial theories. Lesetho Frogen ഒരു വർക്കാട്ടോ പോസ്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് പോസ്റ്റ് കൊളോണിയൽ തിയറിസ്റ്റിലാണ് പറയുന്നത്. ആരെ നമ്മുടെ ലെസേത്തോ ഫെർഗൂസൺ. He argues that certain characteristics of Western ways of talking about the representing the non-West should be understood as ideological projections rather than a scientific knowledge about people and places elsewhere. അതേ പറഞ്ഞിട്ട് വെസ്റ്റേൺ വേസ് ഓഫ് തിങ്കിങ്, അതായത് വെസ്റ്റേണേഴ്സ് തിങ്കിങ് ചെയ്യുന്നത് non-West should understand ideological projection ആണ്, സയന്റിഫിക് നോളജ് ആണ് ഉണ്ടാക്കേണ്ടതെന്നാണ് പറയുന്നത്. Hence, in the view and contribution of these theories, the way of conceiving and representing development that are closely bound to northern development agencies. അതുകൊണ്ടാണ് ഡെവലപ്മെന്റ് നോർത്തേൺ ഡെവലപ്മെന്റ് ഏജൻസിയുമായിട്ടാണ് ക്ലോസ്ലി പറയുന്നത്. It reveals more about self-affirming ideologies of North than insight into the people of the rest of the world. നോർത്തിനെയാണ് അവർ കൂടുതൽ, റെസ്റ്റ് ഓഫ് ദി വേൾഡിനെക്കാളും നോർത്ത് അമേരിക്ക, അങ്ങനെ നോർത്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇൻസൈറ്റ് കൊണ്ടുവരുന്നത്. In this connection, post-development scholars of recent decade especially take the position that development has less to do with human improvement and more to do with human control and domination. Human improvement illa, human control and domination ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. In contrast, Esteva 1991 take a narrower view of the temporality of development. He is portraying it as a project directed by United States in an effort to consolidate its emergent hegemony at the end of Second World War. Esteva 1991 പറഞ്ഞിട്ടുണ്ട്, നാരോവർ വ്യൂ ആണ്. അതേ പറഞ്ഞിരിക്കുന്നത് ഈ പ്രോജക്റ്റ് ആണ്, US ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ഒരു ഡെവലപ്മെന്റൽ ഒരു വെസ്റ്റേൺ കൾച്ചർ നമ്മളിലേക്ക് കുത്തിവെക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഡെവലപ്മെന്റ് ഒരു കോൺസെപ്റ്റൽ ഫ്രെയിം വർക്ക്, എങ്ങനെയാണ് ഈ ഫ്രെയിം വർക്ക് വന്നത്, അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ള. ഇവിടെ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, സാമ്പത്തിക ഗ്രോത്ത് മാത്രമല്ല, എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് കോൺസിക്വൻസസ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആൻഡ് എക്സ്പ്ലനറേറ്റീവ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രമല്ല, ഇവിടെ എക്കണോമിക് ഗ്രോത്ത് ആണ്, സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ട്, സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ റെമിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ വെറും ഒരു എക്കണോമിക് ഗ്രോത്തിലേക്കല്ല, നമ്മുടെ കൾച്ചറും നമ്മുടെ പൊളിറ്റിക്കലും എല്ലാം എന്തിന് പെടുന്നുണ്ട്, ഡെവലപ്മെന്റിൽ പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഡെവലപ്മെന്റ് പറയുന്നതാണ് ക്വാളിറ്റി സ്ട്രക്ചറൽ ചേഞ്ച് എന്നാ പറയുന്നത്. അതായത് സ്ട്രക്ചർ മാറ്റാണ് ചെയ്യുന്നത്, മൊത്തത്തിൽ ഒരു മാറ്റം വരുത്താണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഫ്യൂ ഡെക്കേഡ്സ് ആയിട്ട് ഡെവലപ്മെന്റ് വളരെയധികം പ്രാധാന്യമുണ്ട്. നാരോ ആയിട്ട് പറയുകയാണെങ്കിൽ, വളരെ ചുരുക്കി ഡെവലപ്മെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, എക്കണോമി മോഡേണൈസ് ചെയ്യുക, സൊസൈറ്റിനെ കുറച്ച് വലുതാക്കുക, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇല്ലാതൊക്കെയാണ്. കുറച്ചുകൂടി നോർമേറ്റീവ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ പൊട്ടൻഷ്യാലിറ്റിയെ തിരിച്ചറിയുക എന്നാണ്. അതായത് മനുഷ്യരെ തിരിച്ചറിയാതെ അവന്റെ കഴിവുകളെ വളർത്തി രാജ്യത്തിന് ഉതകുന്നതാക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു ബ്രോഡർ എക്സ്പ്ലനേറ്ററി ഫ്രെയിം വർക്കിൽ മെയിൻ ആയിട്ട് 3 കാര്യമാണ് പറയുന്നത്. എവിടെ പോവർട്ടി ഇല്ല, ദാരിദ്ര്യമില്ല, എവിടെ അൺഎംപ്ലോയ്മെന്റ് ഇല്ല, എവിടെ ഇൻഇക്വാളിറ്റി ഇല്ല, അവിടെ ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ ലെറ്റ്സ് ടോക്ക് ഓഫ് ഫ്യൂഗസ്. അങ്ങനെ അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, ഫ്യൂഗസ് ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതേ വെസ്റ്റേൺ കാഴ്ചപ്പാടാണ് പറഞ്ഞിരിക്കുന്നത്. നോൺ വെസ്റ്റേണേഴ്സ് നമ്മളിൽ കുത്തിവെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ആ ഒരു രീതിക്കാണ് പറയുന്നത്. അതായത് എന്താ പറയാ, ഇവിടെ ഹ്യൂമൻ ഇംപ്രൂവ്മെന്റ് അല്ല, ഹ്യൂമൻ കൺട്രോൾ ആൻഡ് ഡോമിനേഷൻ ആണ്. എവിടേക്ക് വരുന്ന അമേരിക്ക നമ്മളൊക്കെ വരയ്ക്കുന്നുണ്ട്, അതാണ് അവർ ഡെവലപ്മെന്റ് ആയിട്ട് കണ്ടുവരുന്നത്. നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്, ലെസ്റ്റേഗോ ഫീഗസൺ പറയുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഡെവലപ്മെന്റ് ഓഫ് കോൺസെപ്റ്റുവൽ ഫ്രെയിം വർക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് ഡെവലപ്മെന്റ് എന്ന്. വെറും ഒരു എക്കണോമിക് ഗ്രോത്ത് അല്ല, എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ്. നാരോ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ സൊസൈറ്റി റേസ് ആവുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാവുന്നുണ്ട് എന്നൊക്കെ പറയാം. കുറച്ച് ബ്രോഡർ ആയിട്ട് പറയുകയാണെങ്കിൽ റിയലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. കണ്ടോ, ഈ 3 പോയിന്റ്സ് ആയിട്ട് മെയിൻ. പിന്നെ പറയുന്നുണ്ട് എന്താണ്
മൂന്ന് ഘടകങ്ങളാണ് ഡെവലപ്മെന്റിന് മെയിൻ ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് ഇൻഇക്വാലിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ചില ഡ്രൈ ആണ്. ഒന്ന് വായിക്കണേ, ഒന്ന് വായിച്ചാൽ മതി. നാളെ നമുക്കിത് തീർക്കാം കേട്ടോ. ഒന്ന് വായിക്കണം കേട്ടോ. എല്ലാം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും റീതിങ്കിങ് ഡെവലപ്മെന്റും മാത്രം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്? കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാ കേട്ടോ. കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഒന്ന് വായിക്കണേ. സമീറ, അനഘ പറഞ്ഞു. ഒന്ന് വായിക്കണം കേട്ടോ, അല്ലെങ്കിൽ കിട്ടൂല കേട്ടോ. എന്തായാലും റീതിങ് ഒക്കെ നമ്മള് ഇപ്പൊ റീതിങ് ഒന്നും എടുക്കുന്നില്ല. റീതിങ് എടുക്കുമ്പോഴേക്കും ഞാൻ കുറച്ചുകൂടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് റീതിങ് ഒക്കെ എടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ പഠിപ്പിക്കണം. എന്തിനാണ് ഈ ഒരു സബ്ജക്ട് ഉൾപ്പെടുത്തിയത് എനിക്ക് ഇപ്പോഴും അറിയില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണെങ്കിലും പിന്നെ ഒരു കാര്യമാണ് എന്തോ. എന്തായാലും നമ്മള് ഇതൊക്കെ പാട്ടും പാടി പാടി. ഇത് 10ാമത്തെ സബ്ജക്റ്റ് ആട്ടോ. നാളെ സ്കൂൾ കൗൺസിലിംഗ് അല്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ തിങ്കളും ചൊവ്വയൊക്കെ ഉണ്ടാവും. സ്കൂൾ കൗൺസിലിംഗും അക്കാഡമിക് റൈറ്റിംഗും ക്രിയേറ്റീവ് റൈറ്റിംഗും കൂടി ഓരോ ചാപ്റ്റർ എടുത്തിട്ട് നേരെ നമ്മൾ റെഗുലർ ക്ലാസ്സിലേക്ക് കിടക്കും. അപ്പൊ 5th ക്ലാസ് ഫസ്റ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ Abdul signing off. Bye and take care. Thank you, ma'am. Bye. Thank you.